ആരാണ് ഫ്യൂൽ സ്വിച്ചുകൾ ഓഫ് ചെയ്തത്? അത് ഞാനല്ല. ഈ 2 വാചകങ്ങളാണ് ആ കോക്പിറ്റിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒരു പൈലറ്റ് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിക്കുന്നതാണ്. ചോദിച്ചത് ആരാണെന്നോ മറുപടി പറഞ്ഞത് ആരാണെന്നോ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടില്ല. ടേക്ക് ഓഫ് ചെയ്ത് 35 സെക്കൻഡിനുള്ളിലാണ് ഈ സംഭാഷണം. 10 സെക്കൻഡ് മാത്രമാണ് 2 എഞ്ചിനുകളിലേക്കും ഇന്ധനം എത്താതിരുന്നത്. ശേഷം ആദ്യം ഒന്നിലേക്കും 4 സെക്കൻഡിനു ശേഷം രണ്ടാമത്തേതിലേക്കും ഇന്ധനം എത്തിത്തുടങ്ങി. എന്നിട്ടും പറന്നുയരാൻ കഴിയാതെ വന്നതിന് ഒരു കാരണമേയുള്ളൂ. ഓണാക്കിയാലും 2 മിനിറ്റ് അടുത്ത സമയം കൊണ്ട് മാത്രമേ എഞ്ചിനുകൾ പൂർണ്ണ സജ്ജമാവുകയുള്ളൂ. പറന്നുയർന്ന ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. അതിനാൽ അവിടെ നിന്നും എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് ഉയരാൻ കഴിഞ്ഞില്ല. അതോടെ ഈ വിമാനം തകരുകയല്ലാതെ മറ്റൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. വിമാനത്തിന് 2 എഞ്ചിനും പ്രവർത്തിക്കാത്തപ്പോൾ ഊർജം പകരുന്നത് 2 സംവിധാനങ്ങളാണ്: റാം എയർ ടർബനും ഓക്സിലറി എയർ യൂണിറ്റും. ഇവ രണ്ടും പ്രവർത്തിച്ചില്ലെങ്കിലും ആവശ്യത്തിനുള്ള കുതിപ്പ് ലഭിച്ചില്ല. പരമാവധി ഉയരത്തിൽ പറക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളുടെ സമയത്ത് മാത്രമാണ് ഇവ രണ്ടും പ്രയോജനപ്പെടുക. കോക്പിറ്റിൽ 2 പൈലറ്റുമാരല്ലാതെ മൂന്നാമതൊരാൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല, പ്രത്യേകിച്ചും ഈ ടേക്ക് ഓഫ് സമയത്ത്. അല്ലാത്ത സമയത്തും ക്യാബിൻ ക്രൂവിന് പോലും കോക്പിറ്റിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ 2 പൈലറ്റുമാരിൽ ഒരാളാകണം അപകടത്തിന് കാരണക്കാരൻ. അതെങ്ങനെ സംഭവിക്കും?